Watch India's largest kids library only on Jio Hotstar. Download the app now. വലിയേട്ടാ, ഇന്ന് ചോട്ടുവിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അവന് മനോഹരമായ ഒരു കാർ ഉണ്ടാക്കി തരൂ. ആ കാറിൽ അവൻ ഞെളിഞ്ഞിരുന്ന് അങ്ങ് ഗംഭീരമായിട്ട് ഓടിക്കട്ടെന്ന്. പക്ഷെ ഡോക്ടർ ജഡ്ക, സേഫ്റ്റിയുടെ കാര്യം വളരെ ശ്രദ്ധയോടെ നോക്കേണ്ടതല്ലേ? ഓ എന്റെ ചങ്കുകളെ, നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാ കേട്ടോ. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുട്ടികൾക്ക് വേണ്ടി ഒരു കാർ ഉണ്ടാക്കിയിരുന്നു. ഞാനിപ്പോ അതിവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ആ ഉണ്ട്. ഇതാണ് ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പുതിയ തരം കാറ്. ആർക്കൊക്കെ മാച്ച് ആയില്ലെങ്കിലും ഇതെന്തായാലും ചോട്ടുവിന് മാച്ച് ആവും. ഇനി ഞാൻ ഇതിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് പറഞ്ഞു തരാം. ദാ കാണുന്ന ബട്ടണില്ലേ, അത് ഹോൺ അടിക്കാനുള്ളതാ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇതാണ് മിനിമം ആൻഡ് മാക്സിമം സ്പീഡിന്റെ ബട്ടൺ. ചോട്ടുവിനോട് പറയണം മിനിമം സ്പീഡിൽ ഓടിച്ചാ മതിയെന്ന്. പിന്നെ മാക്സിമം സ്പീഡിന്റെ ബട്ടണിൽ ഒരിക്കലും അമർത്തരുതെന്നും പറയണം കേട്ടോ മോട്ടു. ഒക്കെ മനസ്സിലായി എന്റെ വലിയേട്ടാ, എനിക്കൊക്കെ മനസ്സിലായി. ഈ കാറിൽ ചോട്ട് മാത്രമല്ല, മോട്ടും കയറി ഇരിക്കും കേട്ടോ. അതെ, മിനിമം സ്പീഡൊക്കെ നമ്മുടെ ചോട്ടുവിന് മാത്രമാ. പക്ഷെ എനിക്ക് മാക്സിമം സ്പീഡ് തന്നെ വേണം. അത് തന്നെ നോർമലാണ്. എന്താ ഇത്? എന്റെ രോഗികളാണെങ്കിൽ സത്യവും കാർ ഒന്ന് നിക്കട്ടെ. നിന്നെ ഞാൻ വെറുതെ വിടില്ല, കാണിച്ചു തരാം. ആരെങ്കിലും ആദ്യം തന്നെ കാറിന്റെ മാക്സിമം സ്പീഡ് ബട്ടൺ പിടിച്ച് അമർത്തുവോ? ആദ്യം മിനിമം സ്പീഡിന്റെ ബട്ടണിലല്ലേ പിടിച്ച് അമർത്തേണ്ടത്. അതിനുശേഷമല്ലേ മാക്സിമം സ്പീഡിലേക്ക് കയറാൻ പാടുള്ളൂ. എന്നാലും എന്തൊക്കെ മണ്ടത്തരോ മോട്ടു ഈ കാണിക്കുന്നത്? എന്താ ഈ കാണിക്കുന്നതൊക്കെ? സോറി വലിയേട്ടാ, ആരെങ്കിലും ഒന്ന് നിർത്തൂ. ഇനി ഒരിക്കലും ഞാൻ മാക്സിമം ബട്ടൺ അമർത്തില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ചോട്ടു. ഇതാണ് നിന്റെ പുതിയ ഗിഫ്റ്റ്. വേഗം പിടിച്ചോ. താങ്ക് യു മോട്ടു മാമ, ഈ കാർ എനിക്ക് വേണ്ടി വാങ്ങിയതാണോ? അതേടാ ചോട്ടു, ഇത് നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. നീ കേറിയിരിക്കെ, ഞാൻ നിനക്ക് എല്ലാം പറഞ്ഞു തരാം. ഈ കാർ എങ്ങനെയൊക്കെയാ ഓടിക്കേണ്ടതെന്ന്. ചോട്ടു, ഇതാണ് ഹോൺ ബട്ടൺ. പിന്നെ ഇത് മിനിമം സ്പീഡിനും ഇത് മാക്സിമം സ്പീഡിനും. മനസ്സിലായോടാ കുട്ടാ? ഓക്കെ അല്ലേ? മനസ്സിലായി മോട്ടു മാമ. ഇത് മിനിമം, ഇത് മാക്സിമം സ്പീഡിന് വേണ്ടി. അവിടെ നിക്ക് ചോട്ടു. ഞാൻ അറിയാതെ മാക്സിമം സ്പീഡിന്റെ ബട്ടണിൽ അമർത്തി പോയി. ചോട്ടു പേടിക്കണ്ട, ഞങ്ങൾ വന്നോണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മോട്ടും പത്തലുവിന്റെ പണിയാ. വിടരുതവനെ, പിടിക്കേ. ഞങ്ങളെ പിന്നീട് പിടിക്കാൻ വലിയേട്ടാ. പത്തലു, ഞാൻ അതുവഴി പോവാം, നീ ഇതുവഴി പോയിക്കോ. മോട്ടു, നീ ഇതെന്താ ചെയ്യുന്നത്? അത് പിന്നെ പത്തലു, ചോട്ടുവിന്റെ കാർ ഇതുവഴി വരുമ്പോഴേ ഞാൻ അവനെ ഇവിടെ ഇരുന്നോണ്ട് പൊക്കിയെടുത്തോളാം. ചോട്ടു, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട്. നിന്റെ കൈ മേലോട്ട് പൊക്കിക്കേ. പിടിക്കടാ. എന്റെ കാർ.
കുട്ടിക്കാലത്തിന് ശേഷം എങ്ങനെ ഊഞ്ഞാലാടുന്നത്? എനിക്ക് കുട്ടിക്കാലം ഓർമ്മ വരുന്നു. സത്യമാ കേട്ടോ. വാ വാ, താഴോട്ട് വാ, വരാൻ. ശരിയല്ലേ മോട്ടു? കുട്ടിക്കാലത്ത് നമ്മൾ എല്ലാവരും പറവകളെ പോലെ പറക്കാൻ ആഗ്രഹിച്ചിരുന്നില്ലേ? നിനക്കതെല്ലാം ഓർമ്മയില്ലേ മോട്ടു? അതെ ബോക്സർ ചേട്ടാ, സത്യം. ഞാൻ പറക്കുന്നത് പോലെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്റെ സ്വപ്നത്തിന്റെ കാര്യം വിട്ടുകളഞ്ഞേക്ക് മോട്ടു. പക്ഷേ നിന്റെ സ്വപ്നം ഞാനിതാ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാ. ഇന്നാ ഇത് പിടിച്ചോ. ഏയ്, ബോക്സർ ചേട്ടാ, ഞാൻ ഇനി ഒരിക്കലും പറക്കുന്നത് പോലെ സ്വപ്നം കാണൂലേ. ഏയ്, താഴോട്ട് വാ. എന്റെ കാർ നന്നാക്കാനുള്ള പൈസ തന്നിട്ട് പോയാ മതി. ചോട്ടു, നിന്നോട് ഞങ്ങൾ സത്യം ചെയ്ത് തന്നതല്ലേ നിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ എല്ലാവരും ഗിഫ്റ്റുമായി വരുമെന്ന്. പക്ഷെ ഈ മോട്ടു ഇത് എവിടേക്കാ പോയിരിക്കുന്നത്? ഞാൻ ഇവിടെ ഉണ്ട് പത്തിലോ. വിളിച്ച ഉടനെ വന്നതിന് നന്ദിയുണ്ട് മോട്ടു. അങ്ങോട്ട് നോക്ക്, കാറ് പോലീസ് സ്റ്റേഷനിലേക്കാ പോകുന്നത്. വേഗം ചിങ്കം സാറിനോട് പറയാൻ നോക്ക്. ചോട്ടുന്റെ ചെറിയ കാറോ? ഞാനതിനെ പിടിച്ചു തരണമെന്നോ? വൈ ഫിയർ വെൻ ചിങ്കം ഈസ് ഹിയർ? എന്റെ അമ്മോ, മമ്മി, ഇത് ചോട്ടുന്റെ ചെറിയ കാറാണോ അതോ മോട്ടുന്റെ വലിയ കാറാണോ? മോട്ടു പത്ലു, നിങ്ങൾ എവിടെയാണ്? വേഗം ഇങ്ങോട്ട് വന്നേ. നിങ്ങളെ രണ്ടാളും ഞാൻ വെറുതെ വിടില്ല. സ്റ്റോപ്പ്. ഏയ്, ആരെങ്കിലും വേഗം പോലീസ് ഒന്ന് വിളിക്കണേ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. നിക്ക് 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 നിക്ക്, വണ്ടി ഒന്ന് നിക്കാൻ. നിക്ക് 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 നിക്ക്, വണ്ടി നിർത്താനല്ലേ പറഞ്ഞത്? ഏയ്, സ്റ്റോപ്പ്. എന്റെ അമ്മ, എന്റെ അമ്മോ, മോട്ടുപൊത്തു ഒറ്റ തവണ നിങ്ങളെ ഞാൻ കണ്ടാൽ പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം മറന്നിരിക്കും. ചിങ്കം സാറേ, മോട്ടും പത്ലുവിനെ കണ്ടോ? കണ്ടില്ല, പക്ഷെ ഞാൻ അവരെ രണ്ടുപേരെ അന്വേഷിച്ചോണ്ടിരിക്കാണ്. വരൂ, നമുക്ക് ഒരുമിച്ച് പോയി അവരെ അന്വേഷിക്കാം, പിടിക്കാം. അവരെ ഒരുമിച്ച് നമുക്ക് പിടിക്കാം. വരൂ. വേഗം ഓടിക്കാം മോട്ടു. നമ്മൾ കാറിന് പുറകെയാണ് ഓടുന്നത്. എന്നാൽ ഈ ഫുർഫുറി നഗർ മുഴുവൻ നമ്മുടെ പിന്നിലുണ്ട്. അത് കണ്ടില്ലേ? കാറ് റെയിൽവേ ട്രാക്കിന്റെ അടുത്തൂടെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ലോ സ്ലോ സ്ലോ, ആരെങ്കിലും ഒന്ന് സഹായിക്കൂ. ഈ ട്രെയിനിന്റെ ബ്രേക്ക് ഫെയിൽ ആയിരിക്കുക. ആരെങ്കിലും പെട്ടെന്ന് ചെക്ക് പോയിന്റിലൊന്ന് ഇൻഫോം ചെയ്യുക, ലിവർ ഒന്ന് മാറ്റാൻ. അല്ലെങ്കിൽ മുന്നിൽ വരുന്ന ട്രെയിനുമായിട്ട് ഞങ്ങൾ കൂട്ടിമുട്ടും. പിന്നെ ഒരു വലിയ ആക്സിഡന്റ് ആവും. പിന്നെ ഞങ്ങൾക്ക് ബ്രേക്ക് ശരിയാക്കാൻ കുറച്ച് സമയവും എടുക്കും. പെട്ടെന്ന് ആ ലിവർ ഒന്ന് പോയി ചേഞ്ച് ചെയ്യുമോ? വേഗം. അതേ വലിയേട്ടാ, ഞങ്ങളും വേറൊരു പ്രശ്നത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. പറ്റിയാ ഞങ്ങൾ സഹായിക്കേ. അയ്യോ, അങ്ങനെ ഒന്നും പറയല്ലേ. ഞങ്ങൾക്കാണ് ഇവിടുന്ന് ആരും ട്രാക്ക് ചെയ്യാനും പോലും പറ്റണില്ല. ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതം അപകടത്തിലാണ്. അത് പറയണ മനസ്സിലാണുണ്ടോ? നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പത്തലു എന്തെങ്കിലും ആലോചിക്കൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തലു? എന്തെങ്കിലും ആലോചിക്കൂ. ഞങ്ങൾ വരുന്നു. ഐഡിയ മോട്ടു, ഇപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും കാറിൽ കയറാനുള്ള പണി നോക്കാം. പക്ഷേ പത്തലു, ആ കാറിന്റെ അടുത്ത് നമ്മൾ എങ്ങനെ എത്തിപ്പെടും? ഐഡിയ കേൾക്ക്. ബോക്സർ, നിന്റെ മനസ്സിൽ നീ വലിയ ഗുസ്തിക്കാരൻ എന്നാണോ വിചാരം? എപ്പോഴും ഞാൻ ഇടിക്കുന്നതിന് മുമ്പ് അവൻ എന്നെ ഇടിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഇപ്പൊ ഇടിക്കടാ. ഒരു ഇടി വെച്ച് തന്നാലുണ്ടല്ലോ, പണ്ട് നീ കുടിച്ച മുലപ്പാല് പുറത്തു വരും. എന്താ? നീ എന്റെ പല്ലു ഒഴിക്കാന്നോ? ആ, ഞങ്ങൾ തടയും. എന്നാ പിടി. Thank you, ബോക്സർ ചേട്ടാ. Thank you. മോട്ടു എന്താ ചെയ്യുന്നേ? ഈ ഭാഗത്തേക്ക് വലിക്ക്. അല്ല പത്തലു, ഈ ഭാഗത്തേക്കാണ് വലിക്കേണ്ടത്. ലിവർ അങ്ങോട്ട് വലിക്കോ.
മോട്ടു. ദേ ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ലിവർ ഈ ഭാഗത്തേക്ക് വലിക്കൂ. മോട്ടു, നമ്മളത് ചെയ്തിരിക്കുന്നു. യെസ്. ഞങ്ങൾ നിങ്ങൾ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. വെരി വെരി സോറി. കാരണം നിങ്ങൾ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നിങ്ങൾ കാരണമല്ലേ ഒരുപാട് യാത്രക്കാരുടെ ജീവൻ രക്ഷപ്പെടുത്തിയത്. അതിനു മുമ്പിൽ ഞങ്ങളുടെ കാര്യം വളരെ നിസ്സാരം. ശരി, കഴിഞ്ഞത് കഴിഞ്ഞു. യെസ് മോട്ടു പത്ലു, നിങ്ങളാണ് ഈ ഫുർഫുറ നഗരത്തിന്റെ റിയൽ ഹീറോസ്. എന്റെ കാർ. ചോട്ടു, നിനക്ക് തന്ന പ്രോമിസ് ഞങ്ങൾ സഫലമാക്കും. നിനക്ക് നല്ല ബ്രാൻഡ് ന്യൂ കാർ വാങ്ങിച്ചു തരും. പക്ഷെ അത് ഡോക്ടർ ജഡ്കയുടെ അടുത്തുനിന്ന് ആയിരിക്കില്ല. പുറത്തുനിന്ന് എവിടെന്നെങ്കിലും നിനക്ക് കാർ വാങ്ങിച്ചു തന്നാ അത് മനോഹരവും വളരെ സേഫും ആയിരിക്കും. Watch India's largest kids library only on Geo Hotstar. Download the app now.